HWC തലത്തിൽ JHI, JPHN, MLSP എന്നിവർക്കും നോൺ ഇ ഹെൽത്ത് ആശുപത്രി തലത്തിൽ സ്റ്റാഫ് നഴ്സ്, ഡോക്ടർ എന്നിവർക്കുമാണ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി NCD മൊഡ്യൂൾ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. HWC തലത്തിലും നോൺ ഇ ഹെൽത്ത് ആശുപത്രികളിലും നടത്തുന്ന NCD സ്ക്രീനിംഗ്, രജിസ്ട്രേഷൻ, ഫോളോ അപ്പ് എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ NCD മൊഡ്യൂൾ വഴി ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. NCD സർവീസ് മൊഡ്യൂൾ ഉപയോഗിക്കുന്നതിനായി മൊബൈൽ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്തതിനു ശേഷം ഓൺലൈൻ എന്ന റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്താൽ മെയിൻ മെനുവിൽ NCD എന്ന ടാബ് ദൃശ്യമാകുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാഷ്ബോർഡ്, സെർച്ച് മെമ്പർ എന്നുള്ള 2 സെക്ഷനുകൾ കാണാൻ സാധിക്കുന്നതാണ്. NCD സ്ക്രീനിംഗ്, രജിസ്ട്രേഷൻ, ഫോളോ അപ്പ് തുടങ്ങിയവയുടെ എണ്ണം, ഇവയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ മുതലായവ ഡാഷ്ബോർഡ് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. ഈ വിവരങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ്, യൂസർ വൈസ് എന്നിങ്ങനെ 2 രീതിയിൽ വ്യൂ ചെയ്യാൻ സാധിക്കുന്നു. ഡയബറ്റീസ് മെലിറ്റസ്, ഹൈപ്പർടെൻഷൻ തുടങ്ങിയവയുടെ സ്ക്രീനിംഗ്, രജിസ്ട്രേഷൻ, ഫോളോ അപ്പ് മുതലായ കൗണ്ട്, ഡിസീസ് വൈസ് എൻട്രി കൗണ്ട് എന്ന ടാബിന് താഴെയായി ദൃശ്യമാകുന്നു. സെർച്ച് മെമ്പർ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ സെർച്ച് സ്ക്രീനിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഒരു വ്യക്തിയെ സെർച്ച് ചെയ്യുന്നതിനായി സെർച്ച് ബൈ എന്ന ഫീൽഡിൽ ആധാർ, മൊബൈൽ നമ്പർ, UHID, ഹൗസ് നമ്പർ, ഹൗസ് നെയിം, മെമ്പർ നെയിം, ജെൻഡർ തുടങ്ങിയ ഫിൽട്ടറുകൾ ലഭ്യമാണ്. ഇതിൽ ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫിൽട്ടറുകൾ ഉപയോഗിക്കാവുന്നതാണ്. ലോഗിൻ ചെയ്തിരിക്കുന്ന HWCക്ക് പുറത്തുള്ള ഒരു വ്യക്തിയെ സെർച്ച് ചെയ്യണമെങ്കിൽ ഇൻക്ലൂഡ് മെമ്പേഴ്സ് ഫ്രം അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന ചെക്ക് ബോക്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഓപ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫിൽട്ടർ ഓപ്ഷനുകൾ സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. ഹോസ്പിറ്റൽ തലത്തിലുള്ള ലോഗിനിൽ ഇൻക്ലൂഡ് മെമ്പേഴ്സ് ഫ്രം അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി സെലക്ടഡ് ആയിരിക്കുന്നതാണ്. സെർച്ച് ചെയ്ത് ലഭിക്കുന്ന ലിസ്റ്റിൽ നിന്ന് വ്യക്തിയെ സെലക്ട് ചെയ്യുക. NCD സ്ക്രീനിംഗ്, NCD രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻസ് ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. NCD രജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് NCD ഫോളോ അപ്പ് എന്ന ഓപ്ഷൻ കൂടി ലഭ്യമായിരിക്കും. NCD സ്ക്രീനിംഗ്. സ്ക്രീനിംഗ് ചെയ്യുന്നതിനായി NCD സ്ക്രീനിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. NCD സ്ക്രീനിംഗ് പേജിൽ സെലക്ട് ചെയ്യപ്പെട്ട വ്യക്തിയുടെ വിവരങ്ങളായ നെയിം, ജെൻഡർ, ഏജ്, മൊബൈൽ നമ്പർ, അഡ്രസ്, UHID, ആബ, NCD സ്റ്റാറ്റസ് എന്നിവ കാണാൻ സാധിക്കുന്നു. അതുകൂടാതെ വലതുവശത്തായി ശൈലി, NCD ഐക്കൺ എന്നിവയും കാണാവുന്നതാണ്. ശൈലി ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ശൈലി സർവേ സംബന്ധിച്ച വിവരങ്ങൾ കാണാൻ സാധിക്കും. NCD ക്ലിക്ക് ചെയ്താൽ മുൻപ് എൻ്റർ ചെയ്തിട്ടുള്ള സ്ക്രീനിംഗ്, രജിസ്ട്രേഷൻ, ഫോളോ അപ്പ് മുതലായ വിവരങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. സ്ക്രീനിംഗ് ഫോർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയബറ്റീസ്, ഹൈപ്പർടെൻഷൻ, ഓറൽ ക്യാൻസർ മുതലായവ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. പേഷ്യൻ്റ് ഫീമെയിൽ ആണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ തുടങ്ങിയ ഡിസീസുകൾ കൂടി ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. ഏതൊക്കെ ഡിസീസുകളാണോ സ്ക്രീൻ ചെയ്യേണ്ടത് അത് ഈ ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യുക. സ്ക്രീനിംഗ് ഫോർ എന്ന ഫീൽഡിൽ സെലക്ട് ചെയ്ത ഡിസീസുകൾക്കനുസരിച്ചായിരിക്കും സ്ക്രീനിംഗ് ഓപ്ഷനുകൾ ഡിസ്പ്ലേ ആകുന്നത്. റിസ്ക് ഫാക്ടേഴ്സ് എന്ന സെക്ഷന് താഴെ ലിസ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. യെസ് നൽകുന്ന സാഹചര്യത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ദൃശ്യമാകുന്നു. ശരിയായ ഡേറ്റ എൻ്റർ ചെയ്ത് നൽകുക. കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും NCD ഹിസ്റ്ററിയുള്ള സാഹചര്യത്തിൽ ഫാമിലി ഹിസ്റ്ററി എന്ന ഫീൽഡിൽ യെസ് സെലക്ട് ചെയ്യുക. ഫാമിലി ഹിസ്റ്ററി എൻ്റർ ചെയ്യുവാനുള്ള പോപ്പപ്പ് സ്ക്രീൻ ദൃശ്യമാകുന്നതാണ്. സർവേയുടെ ഭാഗമായി ഫാമിലി ഗ്രൂപ്പിംഗ്, റിലേഷൻഷിപ്പ് മാപ്പിംഗ് എന്നിവ നടത്തിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഫാമിലി മെമ്പേഴ്സിന്റെ വിവരങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. ഡിസീസ് എന്ന ഡ്രോപ്പ് ഡൗൺ ഫീൽഡിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും ഉചിതമായ ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുക. സർവേയിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത മെമ്പേഴ്സിനെ ആഡ് ചെയ്യുവാനായി ആഡ് മെമ്പേഴ്സ് നോട്ട് ഇൻ ലിസ്റ്റ് എന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. തുടർന്ന് മെമ്പർ നെയിം എൻ്റർ ചെയ്ത് റിലേഷൻഷിപ്പ് സെലക്ട് ചെയ്ത് നൽകുക. ഡിസീസ് കൂടി സെലക്ട് ചെയ്ത് നൽകി ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് താഴെ ഡിസ്പ്ലേ ആകുന്നതാണ്. ഇതുപോലെ മറ്റ് ഫാമിലി മെമ്പേഴ്സിന്റെ ഹിസ്റ്ററി കൂടി എൻ്റർ ചെയ്ത് നൽകാവുന്നതാണ്. മെഷർമെന്റ്സ് എന്ന സെക്ഷനിൽ ഹൈറ്റ്, വെയ്റ്റ്, വേസ്റ്റ് സർക്കംഫറൻസ് തുടങ്ങിയവ എൻ്റർ ചെയ്ത് നൽകുക. BMI ഡിസ്പ്ലേ ആകുന്നതിനോടൊപ്പം അണ്ടർ വെയ്റ്റ് അല്ലെങ്കിൽ നോർമൽ അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബീസ് ക്ലാസ് 1 അല്ലെങ്കിൽ ഒബീസ് ക്ലാസ് 2 എന്നുള്ള റേഞ്ച് കൂടി ദൃശ്യമാകുന്നു. ട്രെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ഫീൽഡിൽ മുൻപ് എൻ്റർ ചെയ്തിട്ടുള്ള അവസാന 5 വാല്യൂസിനനുസരിച്ചുള്ള ട്രെൻഡ് ഗ്രാഫ് കാണാൻ സാധിക്കുന്നതാണ്. HT-DM എന്ന പേജിൽ ഡിസ്പ്ലേ ആകുന്ന GRBS, RBS, FBS, PPBS, HbA1c എന്നീ വാല്യൂസ് എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. ഡയബറ്റീസ് സ്ക്രീനിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഷുഗർ വാല്യൂ നിർബന്ധമായും എൻ്റർ ചെയ്യേണ്ടതാണ്. ഹൈപ്പർടെൻഷൻ സ്ക്രീനിങ്ങിന് BP വാല്യൂ നിർബന്ധമായും എൻ്റർ ചെയ്യേണ്ടതാണ്. ഓരോ ഫീൽഡിൻ്റെയും വലതുവശത്തായി ട്രെൻഡ് ബട്ടൺ കാണാൻ സാധിക്കുന്നു. ഓറൽ ക്യാൻസർ സ്ക്രീനിങ്ങിന്റെ ഭാഗമായി എനി ഓറൽ ക്യാൻസർ റിലേറ്റഡ് സിംറ്റംസ് എന്ന ചോദ്യത്തിന് യെസ് അല്ലെങ്കിൽ നോ സെലക്ട് ചെയ്ത് നൽകുക. യെസ് ക്ലിക്ക് ചെയ്താൽ സിംറ്റംസ്, ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്നിവ സംബന്ധിച്ച ചോദ്യങ്ങൾ ദൃശ്യമാകുന്നതാണ്. ഇവയ്ക്ക് സിംറ്റംസ്, ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്നിവ അനുസരിച്ച് യെസ് അല്ലെങ്കിൽ നോ സെലക്ട് ചെയ്ത് നൽകുക. ക്ലിനിക്കൽ എക്സാമിനേഷനിലെ ചോദ്യങ്ങൾക്ക് യെസ് നൽകിയിട്ടുണ്ടെങ്കിൽ പേജിന്റെ താഴെയായി വായയുടെ ഒരു ഡയഗ്രം ഡിസ്പ്ലേ ആകുന്നതാണ്. റെഡ് പാച്ച്, വൈറ്റ് പാച്ച്, അൾസർ തുടങ്ങിയവ സംശയിക്കുന്ന ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് മാർക്ക് ചെയ്യാവുന്നതാണ്. സെർവിക്കൽ ക്യാൻസർ ടാബ് സെലക്ട് ചെയ്താൽ ഇനി സെർവിക്കൽ ക്യാൻസർ റിലേറ്റഡ് സിംറ്റംസ് എന്ന ചോദ്യം ദൃശ്യമാകുന്നതാണ്.
ഇതിന് യെസ് നൽകുമ്പോൾ സിംറ്റംസ്, ക്ലിനിക്കൽ എക്സാമിനേഷൻ തുടങ്ങിയവ സംബന്ധിച്ച ചോദ്യങ്ങൾ ദൃശ്യമാകുന്നു. ഇവയ്ക്ക് സിംറ്റംസ്, ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്നിവ അനുസരിച്ച് യെസ് അല്ലെങ്കിൽ നോ സെലക്ട് ചെയ്ത് നൽകുക. പേഷ്യന്റ് ക്ലിനിക്കൽ എക്സാമിനേഷന് വിസമ്മതം അറിയിച്ചാൽ പേഷ്യന്റ് ഹാസ് റെഫ്യൂസ് സ്ക്രീനിംഗ് എന്ന ചോദ്യത്തിന് യെസ് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിംഗിന്റെ ഭാഗമായി ഇനി ബ്രസ്റ്റ് ക്യാൻസർ റിലേറ്റഡ് സിംറ്റംസ് എന്ന ചോദ്യത്തിന് യെസ് അല്ലെങ്കിൽ നോ സെലക്ട് ചെയ്ത് നൽകുക. യെസ് ക്ലിക്ക് ചെയ്താൽ സിംറ്റംസ്, ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്നിവ സംബന്ധിച്ച ചോദ്യങ്ങൾ ദൃശ്യമാകുന്നതാണ്. ഇവയ്ക്ക് സിംറ്റംസ്, ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്നിവ അനുസരിച്ച് യെസ് അല്ലെങ്കിൽ നോ സെലക്ട് ചെയ്ത് നൽകുക. പേഷ്യന്റ് ക്ലിനിക്കൽ എക്സാമിനേഷന് വിസമ്മതം അറിയിച്ചാൽ പേഷ്യന്റ് ഹാസ് റെഫ്യൂസ് സ്ക്രീനിംഗ് എന്ന ചോദ്യത്തിന് യെസ് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇംപ്രഷൻ എന്ന പേജിൽ NCD സസ്പെക്ടഡ് എന്ന ചോദ്യത്തിന് NCD സ്ക്രീനിംഗിന്റെ ഭാഗമായി നൽകിയിട്ടുള്ള ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിൽ യെസ് അല്ലെങ്കിൽ നോ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആകുന്നതാണ്. യെസ് ആണ് സെലക്ട് ആയതെങ്കിൽ സെലക്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു റെഫർ എന്ന ഫീൽഡ് ദൃശ്യമാകുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് സ്ക്രീനിംഗ് ഡേറ്റ് എന്ന ഫീൽഡിൽ 1 വർഷത്തിന് ശേഷമുള്ള തീയതി പ്രീ ഫീൽഡായി കാണാം. ആവശ്യമെങ്കിൽ തീയതി എഡിറ്റ് ചെയ്യാവുന്നതാണ്. സസ്പെക്ടഡ് ഡിസീസുകൾ റിമാർക്സ് എന്ന ഫീൽഡിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡു യു വോണ്ട് ടു സേവ് എന്ന ചോദ്യത്തിന് യെസ് സെലക്ട് ചെയ്യുക. സേവ് സക്സസ്ഫുള്ളി എന്നൊരു പോപ്പപ്പ് മെസ്സേജ് ദൃശ്യമാകുന്നു. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സെർച്ച് മെമ്പർ പേജിലേക്ക് റീഡയറക്ട് ചെയ്യപ്പെടുന്നു. NCD രജിസ്ട്രേഷൻ. NCD ഡയഗ്നോസ് ചെയ്ത വ്യക്തിയെ തുടർ ചികിത്സ നൽകുന്നതിനും അത് റെക്കോർഡ് ചെയ്യുന്നതിനുമായി NCD രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായി NCD രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മെമ്പർ സർവേയിൽ ഒരു വ്യക്തിയുടെ ആധാർ വിവരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ NCD രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇതോടൊപ്പം ഈ വ്യക്തി UHID ക്രിയേഷൻ കൂടി പൂർത്തിയാക്കിയിട്ടുണ്ടാവണം. നിലവിൽ UHID ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ NCD രജിസ്ട്രേഷൻ സമയത്ത് മെമ്പർ സർവേയിലെ ആധാർ വിവരങ്ങൾ അടിസ്ഥാനമാക്കി UHID ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. NCD രജിസ്ട്രേഷൻ പേജിൽ സെലക്ട് ചെയ്യപ്പെട്ട വ്യക്തിയുടെ വിവരങ്ങൾ കാണാൻ സാധിക്കുന്നു. ഈ വ്യക്തിക്ക് മുൻപ് മറ്റെന്തെങ്കിലും NCD രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ വലതുവശത്തായി ശൈലി NCD ഐക്കൺസ് കാണാവുന്നതാണ്. ശൈലി ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ശൈലി സർവേ സംബന്ധിച്ച വിവരങ്ങൾ കാണാൻ സാധിക്കും. NCD ക്ലിക്ക് ചെയ്താൽ മുൻപ് എൻ്റർ ചെയ്തിട്ടുള്ള സ്ക്രീനിംഗ്, രജിസ്ട്രേഷൻ, ഫോളോ അപ്പ് മുതലായ വിവരങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഡിസീസ് ഇൻഫോ. നിലവിൽ NCD രോഗമുള്ള ആളാണെങ്കിൽ എക്സിസ്റ്റിംഗ് NCD പേഷ്യന്റ് എന്ന ചോദ്യത്തിന് യെസ് സെലക്ട് ചെയ്ത് നൽകുക. യെസ് ആണ് നൽകുന്നതെങ്കിൽ ട്രീറ്റ്മെന്റ് റെക്കോർഡ്സ് വെരിഫൈഡ് എന്ന പുതിയ ചോദ്യം ദൃശ്യമാകുന്നു. വെരിഫൈഡ് ആണെങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നും സെലക്ട് ചെയ്ത് നൽകുക. രജിസ്റ്റർ ചെയ്യേണ്ട ഡിസീസ് ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യുക. ഫീമെയിൽ പേഷ്യൻസ് ആണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ തുടങ്ങിയവ കൂടി ഡിസ്പ്ലേ ആകുന്നു. ഡയഗ്നോസിസ് നടത്തിയ ഹോസ്പിറ്റൽ ടൈപ്പ്, ഡേറ്റ് എന്നിവ കൂടി സെലക്ട് ചെയ്ത് നൽകുക. നിലവിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. എൻ്റർ ചെയ്ത വിവരങ്ങൾ ആഡഡ് ഡിസീസ് ഇൻഫോയുടെ താഴെ കാണാൻ സാധിക്കുന്നു. ഡേറ്റയിൽ എന്തെങ്കിലും തെറ്റുള്ള സാഹചര്യത്തിൽ ഡിലീറ്റ് ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. മറ്റ് ഡിസീസുകൾ ഇതുപോലെ ആഡ് ചെയ്യാവുന്നതാണ്. ഫാമിലി ഹിസ്റ്ററി. ഫാമിലി ഹിസ്റ്ററി ഓഫ് NCD എന്ന ചോദ്യത്തിന് യെസ് അല്ലെങ്കിൽ നോ സെലക്ട് ചെയ്യുക. സ്ക്രീനിംഗ് സമയത്ത് NCD ഫാമിലി ഹിസ്റ്ററി നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഫാമിലി ഹിസ്റ്ററി ഡീറ്റെയിൽസ് എന്ന സെക്ഷനിൽ ലഭ്യമാണ്. അത് അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ആഡ് ചെയ്തിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും NCD കാരണം മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ കൂടി ഇവിടെ നൽകാവുന്നതാണ്. എൻ്റർ ചെയ്ത വിവരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. റിമാർക്സ് എന്ന ഡ്രോപ്പ് ഡൗൺ ഫീൽഡിൽ അതേഴ്സ്, ഇനിഷ്യേറ്റഡ് എന്നുള്ള 2 ഓപ്ഷൻസ് ലഭ്യമാണ്. ആവശ്യമായ ഓപ്ഷൻ സെലക്ട് ചെയ്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് സക്സസ്ഫുള്ളി എന്നൊരു പോപ്പപ്പ് മെസ്സേജ് ദൃശ്യമാകുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുക. NCD സെർച്ച് മെമ്പർ പേജിലേക്ക് റീഡയറക്ട് ചെയ്യപ്പെടുന്നു. ഈ വ്യക്തിയെ വീണ്ടും സെർച്ച് ചെയ്യുമ്പോൾ NCD രജിസ്ട്രേഷൻ എന്നതിന് നേരെ രജിസ്റ്റർ ചെയ്ത ഡിസീസുകൾ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇതുപോലെ മറ്റ് വ്യക്തികളുടെ NCD രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. NCD ഫോളോ അപ്പ്. ഫോളോ അപ്പ് നടത്തുന്നതിനായി NCD ഫോളോ അപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, NCD രജിസ്ട്രേഷൻ ചെയ്ത വ്യക്തികൾക്ക് മാത്രമേ NCD ഫോളോ അപ്പ് ഓപ്ഷൻ ദൃശ്യമാകുകയുള്ളൂ. NCD ഫോളോ അപ്പ് പേജിൽ സെലക്ട് ചെയ്യപ്പെട്ട വ്യക്തിയുടെ വിവരങ്ങൾ കാണാൻ സാധിക്കുന്നു. അതുകൂടാതെ വലതുവശത്തായി ശൈലി NCD ഐക്കൺസ് കാണാവുന്നതാണ്. ശൈലി ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ശൈലി സർവേ സംബന്ധിച്ച വിവരങ്ങൾ കാണാൻ സാധിക്കും. NCD ക്ലിക്ക് ചെയ്താൽ മുൻപ് എൻ്റർ ചെയ്തിട്ടുള്ള സ്ക്രീനിംഗ്, രജിസ്ട്രേഷൻ, ഫോളോ അപ്പ് മുതലായ വിവരങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. സെലക്ട് ഡിസീസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഫോളോ അപ്പ് നടത്തേണ്ടുന്ന ഡിസീസ് സെലക്ട് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഡയബറ്റീസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഷുഗർ ലെവലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ BP വാല്യൂവും നിർബന്ധമായും എൻ്റർ ചെയ്യേണ്ടതാണ്. ഉദാഹരണത്തിന് ഡയബറ്റീസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഫോളോ അപ്പിൽ GRBS, RBS, FBS, PPBS, HbA1c എന്നിവയിൽ ഒരു വാല്യൂ എങ്കിലും എൻട്രി ചെയ്തിരിക്കണം. ഓരോ ഫീൽഡിനും വലതുവശത്തുള്ള ട്രെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മുൻപ് എൻ്റർ ചെയ്തിട്ടുള്ള 5 വാല്യൂസിനനുസരിച്ചുള്ള ട്രെൻഡ് ഗ്രാഫ് കാണാൻ സാധിക്കുന്നതാണ്. വേസ്റ്റ് സർക്കംഫറൻസ് എന്ന ഫീൽഡിൽ ശരിയായ വാല്യൂ എൻ്റർ ചെയ്ത് നൽകുക. റിസ്ക് ഫാക്ടേഴ്സ് സംബന്ധിച്ച വിവരങ്ങൾ സ്ക്രീനിംഗിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോഫിൽ ആകുന്നതാണ്. എന്തെങ്കിലും വ്യത്യാസങ്ങളുള്ള സാഹചര്യത്തിൽ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. പേഷ്യന്റിന് എന്തെങ്കിലും അഡ്വൈസ് നൽകിയിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് അഡ്വൈസ് സ്ക്രീനിൽ മാർക്ക് ചെയ്യാവുന്നതാണ്. ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ സെലക്ട് ചെയ്യാനും സാധിക്കും. ഫോളോ അപ്പിന്റെ ഭാഗമായി
മരുന്നുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ മെഡിസിൻസ് എന്ന സെക്ഷനിൽ സെലക്ട് ചെയ്ത് നൽകുക. ഫോളോ അപ്പിന്റെ ഭാഗമായി മറ്റെന്തെങ്കിലും സിംറ്റംസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇംപ്രഷനിൽ സിംറ്റം സെലക്ട് ചെയ്ത് നൽകുക. സെലക്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു റെഫർ എന്ന ഫീൽഡിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഫോളോ അപ്പ് ഡേറ്റ് എന്ന ഫീൽഡിൽ അടുത്ത മാസത്തെ തീയതി ഡിസ്പ്ലേ ആകും. ആവശ്യമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. റീസൺ ഫോർ റെഫർ എന്ന ഡ്രോപ്പ് ഡൗണിൽ നിന്നും ആവശ്യമായ ഓപ്ഷൻസ് അതേഴ്സ്, റെഫേർഡ് ഫോർ ഹൈപ്പർടെൻഷൻ, റെഫേർഡ് ഫോർ ഡയബറ്റീസ് സെലക്ട് ചെയ്ത് നൽകി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡു യു വോണ്ട് ടു സേവ് എന്ന ചോദ്യത്തിന് എസ് സെലക്ട് ചെയ്യുക. മറ്റ് വ്യക്തികളെയും ഇതുപോലെ ഫോളോ അപ്പ് സ്ക്രീനിംഗ് ചെയ്യാവുന്നതാണ്.